കേരളത്തിലെ ഏറ്റവും പ്രാചീനവും പ്രൗഢവുമായ നാട്ടുവൈദ്യത്തിൻ്റെയും കാട്ടുവൈദ്യത്തിൻ്റെയും മല കയറുന്നവർക്ക് മുന്നിൽ തലസ്ഥാനത്തിൻ്റെ കിഴക്കൻ വനമേഖലയിൽ നിന്ന് നമ്മൾ ഇന്ന് ഏറ്റവും സാർത്ഥകമായി കേൾക്കുന്ന വൈദ്യജീവിതം ഒരാദിവാസി സ്ത്രീയുടേതാണ്. മലയാളി ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ അസംഖ്യം സൂപ്പർ സ്പെഷ്യാലിറ്റികൾ കെട്ടിയുയർത്തിയിട്ടുണ്ടെങ്കിലും കാടും മലയും കാട്ടാറുകളും താണ്ടി ഇവിടെ ഒരു കാണിക്കുടിയിൽ തന്നെ എത്തണം ഏറ്റവും സഫലമായ വിഷചികിത്സയ്ക്ക്. മഴ പെയ്തു തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്തൊരു മലവെള്ളപ്പാച്ചിലാകുന്ന കല്ലാറിൻ്റെ കരയിലെ കാടും പുഴയും പോലെ തന്നെ അനാദിയായ വൈദ്യപാരമ്പര്യത്തിലേക്ക് കേരള എക്സ്പ്രസ് ഒരു യാത്ര പോവുകയാണ്. പാറക്കല്ലുകൾക്കിടെ ഇങ്ങനെ കണ്ണാടിച്ചില്ലുകൾ പോലെ ശാന്തയായി ഒഴുകുന്ന പുഴയല്ല ശരിക്കും കല്ലാർ. കാട്ടിന് നടുവിൽ മദാലസിയായി നിന്ന് മോഹിപ്പിച്ച് കയ്യിലകപ്പെട്ടാൽ പ്രാണനെടുക്കുന്നൊരു യക്ഷിയാണ് പുഴ. മഴ പെയ്തു തുടങ്ങിയാൽ പുഴയിൽ വെള്ളം പൊങ്ങുന്നത് നമ്മൾ അറിയുകയില്ല. നിമിഷവേഗം കൊണ്ടാണ് പുഴ സംഹാരരുദ്രയാവുക. കാടും മലയും കടപുഴയ്ക്ക് വന്ന കല്ലാറിൽ അങ്ങനെ ഒഴുകിപ്പോയ മനുഷ്യജീവനുകൾക്ക് കണക്കില്ല. പുഴയ്ക്കൊട്ടും കാരുണ്യമില്ലെങ്കിലും ഈ പുഴയുടെ കരയിലേതുപോലെ കരുണയുടെ മരുന്നായി ഒരു ജീവിതം ഇങ്ങനെ നമുക്ക് വേറെങ്ങും കാണാനാവില്ല. തെമ്മനതീരക്കം കൊണ്ടേനവളും കാമുമ്പുള്ളേ ഒന്നു നട്ട് ദൈതൈ അതുമൊരു പൂക്കുലയും പൂത്തു ദൈതൈ മടേരന്താ പോവിന്നങ്കു ദൈതൈ അറ്റങ്കപ്പടേ വിടാതിലോ ദൈതൈ മടേരന്തേ തായാരുമോ ദൈതൈ മക്ക ഭാഗ്യമില്ലവളുക്കു ദൈതൈ കെട്ട് ഭാഗ്യമില്ലവളുക്കു ദൈതൈ തെമ്മനതീരക്കം കൊണ്ടേനവളും തെങ്ങുമ്പുള്ളേ ഒന്നു നട്ട് ദൈതൈ അതുമൊരു പൂക്കുലയും പൂത്ത് ദൈതൈ മടേരന്താ പോവിന്നങ്കു ദൈതൈ. കല്ലാറിൻ്റെ കരയിൽ പൊന്മുടിയുടെ മലയടിവാരത്തെ ഈ നിബിഡ വനപ്രകൃതിയിൽ നമുക്കെപ്പോഴും കയറി ചെല്ലാവുന്ന അവസാനത്തെ ആശ്രയമാണ് 75-കാരിയായ ലക്ഷ്മിക്കുട്ടിയമ്മ. ആദിവാസി വിഷവൈദ്യത്തിൽ ലക്ഷ്മിക്കുട്ടിയമ്മയെ കടത്തിവെല്ലാൻ കേരളത്തിൽ ഇന്ന് മറ്റൊരു പേരില്ല. മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ പാമ്പുകടിയേറ്റ് മരണാസന്നരായി കൈയൊഴിഞ്ഞവരെ ലക്ഷ്മിക്കുട്ടി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പ്രഹേളികയായ ഒട്ടനവധി അസുഖങ്ങൾക്ക് ഈ അമ്മയുടെ കയ്യിൽ ഒറ്റമൂലിയുണ്ട്. ആതുര ശുശ്രൂഷയുടെ അതിപുരാതനമായൊരു പാരമ്പര്യം ഇവിടെ കല്ലാറിൻ്റെ കൈവഴിയായി ഒഴുകുന്നു. ആനച്ചുവടി, കുറുന്തോട്ടി, കരിന്താറ, തുളസി, ഒരുപാട് മരുന്നിടും. 10 വേണം. കഷായം കുടിച്ചാൽ പനിയോ ആവി കൊള്ളാനും കൊള്ളാം, ദേഹത്ത് ചൂടാക്കാൻ കൊള്ളാം, വേദനയുള്ള ഭാഗം. നമ്മൾ ചിക്കൻ കുനിയ വന്നിട്ടും ഞാൻ ഇത് കഷായിട്ട് കുടിച്ചിട്ട് എൻ്റെ രോഗം പോയുള്ളൂ. ഞാൻ ആശുപത്രിയിലൊന്നും പോകില്ല കഴിയുന്നതും. ഇത് വേറൊരു കുട്ടിക്ക് വാദത്തിന് വേണ്ടി കഷായം ഇടണം. അപ്പോൾ ഇന്നലെ വേറെ മരുന്ന് കൊടുത്തു. നമ്മളിത് കഷായം ഇട്ട് വെച്ച ഇവിടുത്തെ പിള്ളേരൊക്കെ കൊണ്ടുപോകും. നെഞ്ച് വേദന അത് ഇതിനൊക്കെ ക്ഷീണാകലാൻ നീർക്കെട്ട് പോലുള്ള അകത്തുള്ള നൊമ്പലത്തിനാണ് അത്യാവശ്യം. ശരീരത്തിൻ്റെ ഇതറിയാമോ തിപ്പലി? ഇതറിയാമോ? ഇത് മുത്തങ്ങ. അതിന്റെ വേര് വിഷത്തിന് കാമ്പവിഷത്തിനൊക്കെ കഷായം ഇടുമ്പോ അതൊക്കെ ചേർക്കണം. ഇതിന്റെ കുഴലാണ് ഇപ്പൊ കൂടാൻ തന്നത് കേട്ടോ. ഇതിന്റെ തണ്ടാർക്ക് മരുന്നാണോ? ആടലോടോ? അല്ല, ആടലോടോ എരുമാക്കി ആടലോടോ ഇതാണ്ടെന്ന് അത് മരുന്നല്ലേ? ചിറ്റാടലോടോ മരുന്നാണ്. ഇതാണ്ട് ഇത് തൊഴുവണ്ണി രാമനാമപ്പച്ച എന്ന് പറഞ്ഞ ലക്ഷ്മിക്കുട്ടിയുടെ വീടും പരിസരവും നിറഞ്ഞ വനമാണ്, നിറഞ്ഞ ഔഷധവനം. ഔഷധ സസ്യങ്ങളിൽ നിന്നുള്ള കാറ്റ് വന്ന് തലോടിയാൽ തന്നെ നമ്മുടെ ക്ഷീണമെല്ലാം വാർന്നു പോകും. പിന്നെ കാട്ടറിവുകളുടെ
അതിവിപുലമായ സ്മൃതിശേഖരങ്ങൾ തുറന്നാൽ നമ്മൾ അറിയാതെ ആ അത്ഭുത പാരമ്പര്യത്തിന് മുന്നിൽ കൈതൊഴുതു പോകും. ദേവദാരും കരിങ്ങാലിയൊക്കെ ഇടുന്ന രക്തശുദ്ധിക്കാണ്, പഞ്ചാരയുടെ നിയന്ത്രണത്തിന്. പൊൻകുരണ്ടി വേരും ഉണ്ട്. പൊൻകുരണ്ടി വേരും കരിങ്ങാലിയും വെള്ളമിട്ട് കുടിച്ചാൽ പഞ്ചാര നിയന്ത്രിക്കാൻ പറ്റും. പിന്നീടുള്ള അമൃതവല്ലി ഇവിടെ ഉണ്ട്, അമൃതവള്ളി. അതൊക്കെ കൂടെ ഇട്ട് കഷായം ഇട്ട കൊളസ്ട്രോളിന് എളുപ്പം മരുന്നുണ്ട്. അത് നമ്മുടെ വെളുത്തുള്ളി പാലിൽ ചുട്ട് തിന്നാലും മതി. നിത്യവും കിടക്കാൻ നേരം 3-4 ചുള ചുട്ട് തിന്ന ഒരു ഗ്യാസിന്റെ അസുഖം പോകുമ്പോ കൊളസ്ട്രോൾ. കാന്താരി മുളക് കൊള്ളാം, നമ്മളത് തിന്ന് വളർന്നത്. നമ്മളെ കാന്താരി അല്ല ഇന്നത്തെ കാന്താരി. പണ്ടത്തെ മരം കാന്താരി, മലയിലെ കാന്താരി, അത് കനമുണ്ട്, ഇത്രയെങ്കിലും വരും. പിന്നെ അത് നമ്മൾ പേറ്റുമരുന്ന് അതല്ലേ എടുക്കണം. കാന്താരി മുളക് ഒരു പെണ്ണ് പെറ്റാൽ ഒരു പക്ക കാന്താരി മുളക് തിന്നണമെന്നാണ് രീതി. എൻ്റെ ചിട്ട. പച്ച മഞ്ഞളല്ല, നമ്മൾ ഉണക്കും. ഗർഭിണിയാകുമ്പോഴേ മഞ്ഞളും മുളകും ഒക്കെ ഉണക്കി ശേഖരിക്കും. ഉണക്കി പിന്നെ തേങ്ങ ഉണക്കണം. അത് തേങ്ങ കുറച്ച് മതി. കൊപ്ര തേങ്ങയാണ് അരയ്ക്കണം. അരച്ച് മഷി പോലെ അരയണം. പെണ്ണിൻ്റെ പെറ്റ വയറിൽ കരട് തങ്ങാൻ പാടില്ല. അതുകൊണ്ട് ഈ മഞ്ഞളും മുളകും കുറുക്കുണ്ടാക്കിയാണ് കറി. വേറെ ഒരു കറിയും കൊടുക്കില്ല. 10 ദിവസം വരെ. 10നെ തുടക്ക് തീർക്കുള്ളൂ. അതുവരെ ഈ മഞ്ഞക്കറിയും ചോറും ആണ് കൊടുക്കുന്നത്. വേറെ ഒരു ആഹാരവും കൊടുക്കില്ല. മഞ്ഞക്കറിയും ചോറും തിന്നാൽ കൊളസ്ട്രോളും പിടിക്കില്ല. കുടൽ ഗർഭാശയ സംബന്ധമായ അസുഖങ്ങൾ പെട്ടെന്ന് ഭേദമാവും. വ്രണമൊക്കെ പൊറുക്കാനും ഒക്കെയാണ് ഈ മരുന്ന് കൊടുക്കുന്നത്. അത് ഇന്ന് പണ്ട് നമ്മളെ കാലത്ത് അതൊന്നും ഇല്ല. പണ്ട് അങ്ങനെയൊന്നുമില്ല. ഇപ്പം തന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ അർബുദം. പണ്ട് ഇങ്ങനത്തെ ഒരു അസുഖമില്ല. നമ്മൾ കാടുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കണം. ഇപ്പം സർക്കാർ വന്നപ്പം തന്നെ ഇങ്ങനെ ആയത്. ജനാധിപത്യ സർക്കാർ പരിഷ്കരിച്ച് ആദിവാസികളെ നിത്യരോഗികളാക്കിയെന്ന് പറഞ്ഞാൽ മതി. വനം വകുപ്പിൻ്റെതായതോടെ ആദിവാസികൾ വനത്തിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ടു. കാട്ടിലും നാട്ടിലുമല്ലാതെ ആദിവാസികളുടെ ജീവിതം വലിയ ചോദ്യചിഹ്നമായി. ആദിവാസികൾക്ക് അവരുടെ അതിസമ്പന്നമായ സാംസ്കാരിക ജീവിതവും മരുന്നും ഭക്ഷണവും വരെ കൈവശം വന്നു. ആദിവാസികളെ അനാഥമാക്കിയവർക്കിപ്പോൾ ആദിവാസികളില്ലാതെ ഒരു ചികിത്സാ ജീവിതം തന്നെ അസാധ്യമായിട്ടുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് 6 വർഷം ചികിത്സിച്ച് തോറ്റ ഒരു ലേഡി ഇവിടെ പറഞ്ഞയച്ചു. എൻ്റെ കൂടെ വിളിച്ച് പറഞ്ഞ് ഞാനൊരു രോഗിയെ പറഞ്ഞയക്കും, ചെയ്യാൻ പറ്റുമോ, അത് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്നവൻ പറഞ്ഞു, അമ്മേ എനിക്ക് ചന്നിക്കുത്താണ് രോഗം, മൈഗ്രീനാണ് എന്നും പറഞ്ഞു. ഒടുവിൽ ഞാനത് എണ്ണ വെച്ച് കൊടുത്ത്. അവൾ ആയുസിൽ എണ്ണ തൊടില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ തേക്കണ്ട, ഒരേ ഒരു ദിവസം തേച്ചാൽ മതി. 1 സ്പൂൺ എണ്ണ കൊടുത്ത് കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ രാവിലെ തേക്കണം, സൂര്യോദയം കാണുമ്പം കുളിക്കണം, അതാണ് അതിൻ്റെ. പിന്നീട് ഉപയോഗിക്കേ വേണ്ട ഈ എണ്ണ. അങ്ങനെ കൊടുത്തയച്ച്. പിന്നീട് അവൻ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിളിച്ച് കേട്ട് എണ്ണ കൊടുത്തോ, കുറവുണ്ടോ എന്നൊക്കെ കേട്ടു. ഞാൻ പറഞ്ഞു എണ്ണ കൊടുത്ത്, പിന്നെ അവരെന്തരായെന്ന് അറിഞ്ഞില്ല. അപ്പോഴേ അവൻ ചിരിക്കണേ. ഒടുവിലൊരു ദിവസം വിളിച്ച് പറഞ്ഞ് വീട്ടിൽ ചെല്ലാൻ. ഞാൻ പോയി. ശംഖുമുഖത്ത് ബീച്ചിലായിരുന്നു സമ്മേളനം, ഇന്റർനാഷണൽ സംഘടനയുടെ. അവിടെ വെച്ച് പിന്നെ ഇയാൾ അനൗൺസ് ചെയ്തു, ഇങ്ങനെ ഞാൻ ഒരു രോഗിയെ പറഞ്ഞയച്ചു, ഒറ്റ എണ്ണ കൊണ്ട് അമ്മ ഭേദമാക്കി കൊടുത്ത്, പിന്നീട് കുഴപ്പമില്ല. ആ സമ്മേളനമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഞാൻ സീറ്റിൽ വന്നിരുന്നപ്പോഴത്തേക്ക് ആധാരം ഉണ്ടായിരുന്നു, സർട്ടിഫിക്കറ്റും പൊന്നാടിയൊക്കെ തന്ന്. അങ്ങനെ സീറ്റിൽ വന്നിരുന്നുകൊണ്ട് അവിടെ അമ്മയെ എനിക്ക് ഇവിടെ തലവേദന, അമ്മയെ എനിക്ക് ഇവിടെ വേദന. ഞാൻ കൊടുക്കാൻ സൈകിട്ട് ഞാൻ പറഞ്ഞു സിറ്റിയിലുള്ളവർക്കൊക്കെ ടെൻഷൻ ഉള്ളവർക്കാണ് ഇത് ഉണ്ടാവാറെന്ന് പതിവ്. പക്ഷെ ഈ ഇടയ്ക്ക് ഒരു കൊച്ചു വന്ന് കമ്പ്യൂട്ടർ ഇങ്ങനെ നോക്കിയിരിക്കും. നോക്കി ഇവന് തലവേദനയും വരും, ഛർദിലും വരും. ഇപ്പം അങ്ങനെയുണ്ട്. കമ്പ്യൂട്ടറും TV ആയാലും എല്ലാ നേരവും കണ്ണിന് സൂക്ഷ്മതയോടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കണ്ടേ കമ്പ്യൂട്ടർ വർക്കാകുമ്പോൾ.
ഞാൻ പറഞ്ഞ് കണ്ണിന് റെസ്റ്റ് കൊടുക്കണം, 5-10 മിനിറ്റ് ആയാലും കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. കണ്ണിൽ നനഞ്ഞ തുണി കൊണ്ട് ഇങ്ങനെ മൂടുകയോ കണ്ണ് കഴുകുകയോ ചെയ്യണം. അപ്പോഴും തന്തയും പറഞ്ഞ് അയാൾ പറഞ്ഞാലും കേൾക്കൂല. സർവ്വനേരവും കമ്പ്യൂട്ടർ, അതിൻ്റെ ജോലി അതാണ്. എന്നാലും 5-10 മിനിറ്റ് കണ്ണിന് റെസ്റ്റ് കൊടുക്കണം. അങ്ങനെ ഇപ്പം മൈഗ്രീൻ്റെ എണ്ണയ്ക്കാണ് ധാരാളം ആൾക്കാർ. ശാസ്ത്രജ്ഞന്മാര് പറയണ ഇത് ശിവക്രാന്തി എന്നാണ് അതിന്റെ യഥാർത്ഥ പേര്, സംസ്കൃത പേര്. ഇത് കുഴിമുണ്ട. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ എണ്ണ കാച്ചാൻ, തല തണുക്കാന് ഇതൊക്കെ ചേർത്താണ് ഞാൻ എണ്ണ കാച്ചാൻ. കുഴിമുണ്ടാൻ്റെ അവിടെയൊക്കെ ഉണ്ട്. വിതുര പൊന്മുടി റോഡിലെ കല്ലാർ ചെക്ക് പോസ്റ്റും കടന്ന് ഈ വിനീതമായ കാണിക്കുടിയിലേക്ക് നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ ഈ മരുന്നു മുത്തശ്ശിയെ തേടി എത്തിയിട്ടുണ്ട്. ജർമ്മനിയിലും ഓസ്ട്രേലിയയിലും വരെ ഈ ആദിവാസി അമ്മൂമ്മയ്ക്ക് ശിഷ്യകളുണ്ട്. 500-ലേറെ മരുന്നുകളുടെ കുറിപ്പടി അവർ മനസ്സിൽ സൂക്ഷിക്കുന്നു. എത്രയോ വിഷദംശനത്തിന്റെ ദംഷ്ട്രകൾ അമ്മ പൂ പോലെ പുറത്തെടുത്തിരിക്കുന്നു. എത്ര പഴകിയാലും വിഷം മാറ്റാൻ പറ്റും. രോഗിയുടെ സഹകരണം വേണം, ആഹാരം ചിട്ട വേണം, പഥ്യാഹാരം, മരുന്ന് കൊടുക്കണം. അതുപോലെ വൈദ്യൻ ഉത്തമനായിരിക്കണം. മദ്യപാനിയോ വല്ലതൊക്കെ ചെയ്താൽ അത് പറ്റൂല. വിദ്യ എന്ന് വെച്ചാൽ ബ്രഹ്മവിദ്യ, ബ്രഹ്മകൽപ്പിതമായ ശിവന്റെ ആയാലും ബ്രഹ്മാവിൻ്റെ ആയാലും കൽപ്പിതം കൊണ്ടുണ്ടാവണതാണ്. ഓരോ നമ്മളെ ഭാരതത്തിലല്ലേ ഉള്ളൂ ഇതൊക്കെ. ഋഷിമാര് അല്ലേ ഇതൊക്കെ കണ്ടുപിടിച്ചത്. സായിപ്പന്മാർ അവിടെ നിന്ന് കണ്ടുപിടിച്ച് കൊണ്ടുപോയി ഗുളികയാക്കി വരുമ്പോൾ എന്ത് എളുപ്പം അല്ലേ. ആൻറ്റിവെനം ഇല്ലെങ്കിൽ ആൻറ്റിവെനം ഇപ്പം മെഡിക്കൽ കോളേജിൽ കിട്ടുമെന്നാണ് പറയണത്. അവിടെയുള്ള പയ്യന്മാരെ ഇവിടെ പഠിക്കാൻ വന്നിട്ട് പറയണം അമ്മ ചെയ്യണതാണ് ശരി. മെഡിക്കൽ കോളേജിൽ വേദന സംഘാരി കുത്തിവയ്ക്കും. വേദന മാറുമ്പോൾ ആ വിഷം തീർന്നു. ഇപ്പം ഇവിടെ തന്നെ എത്ര പേര് വന്നു. ഇപ്പം മുരുക്കുമ്പഴ ഭാഗത്തുനിന്ന് ഒരു പെണ്ണ് വന്നു. അവൾ പറഞ്ഞു 4-5 മാസം ആയാലും നല്ല 8 മാസത്തെ പഴക്കം ഉണ്ട്. അത് വിരലിങ്ങനെ കാലിൽ വിരൽ, അവൾ ചവറ് വാരി ചുട്ടപ്പോൾ എന്തേരം കടിച്ചെന്നു. അപ്പോൾ അവളെ ഭർത്താവിനെ കൊണ്ട് ആശുപത്രിയിലായതുകൊണ്ട് വരാൻ പറ്റി, എങ്ങും പോകാൻ പറ്റിയില്ല. അവർക്ക് ഇവിടെ അറിഞ്ഞുകൂടാ. അവസാനം ആശുപത്രി കൊണ്ട് കാണിച്ചാൽ പറഞ്ഞാൽ ആ വിരലിന് ഉപയോഗമില്ല. വിരലിങ്ങനെ കാല് കോടിപ്പോയി. അതായത് ഇവിടെ വന്ന് കൊടുക്കാം. അവളെ സഹോദരന്മാർ ഇവിടെ വിജയിലൊക്കെ ഉള്ളവർ ഇവിടെ പറഞ്ഞയച്ചു. അങ്ങനെ വന്ന് ആവിയും കഷായവും ഇട്ട് മരുന്നൊക്കെ പൂച്ച ഉള്ളിൽ കൊടുക്കണം, പുറത്ത് തേക്കണം. ഞാൻ വിരലൊക്കെ പിടിച്ച് ലംബമാക്കിയപ്പോൾ ഇപ്പോൾ കാല് നല്ല നൂർന്ന്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അത് കണ്ടാൽ മൂർഖൻ്റെ വിഷമാണ്, നാഡി തളർത്തും. മൂർഖൻ്റെ വിഷം നാഡിയിലാണ് കാരണം. അതാണ് പഠിക്കാനുള്ളത്. ഒരു ഇനത്തിൻ്റെ വിഷം എവിടെയാണ് ബാധിക്കണം നമ്മൾ അറിയണം. അപ്പോഴും അതിന് മരുന്ന് ചെയ്താൽ മതി. മൂർഖൻ്റെ വിഷം നാഡിയെ തളർത്തും. ഈ ചുരുട്ടമണ്ഡലി നീരിൽ നമ്മുടെ തൊലിയുടെയും മാംസത്തിൻ്റെ ഇടയ്ക്ക് ജലമല്ലേ, ഈ വെള്ളത്തിലാണ് ചുരുട്ടമണ്ഡലിയുടെ വിഷം കാരണം. അപ്പോൾ നീരുണ്ടാവും. പിന്നെ ശരീരത്തിൽ പിത്തവും വാതവും കഫവും അല്ലേ മനുഷ്യൻ്റെ ശരീരത്തിൽ. അതിലെവിടെയാണ് വിഷം ബാധിക്കണം അതിനുള്ള പ്രതിവിധി ചെയ്യണം. അതാണ് അറിയാൻ. അണലീര വിഷം രക്തത്തിൽ കലരും. അപ്പോൾ നമ്മൾ കഷായം, നീർഗുണ്ടിയാദി കഷായം, അതായത് നൊച്ചയില ചേരുന്ന കഷായം കൊടുത്തേ മതിയാവും. അറ്റങ്കപ്ലേ വിടതിലോ ദൈതൈ മണ്ടേരുന്തേതായാരുമോ ദൈതൈ മക്കാഭാഗ്യമില്ല അവളുക്കു ദൈതൈ തമ്മനതീരക്കം കൊണ്ടേനവളും കിളി കുഞ്ചു ഒന്ന് വളർത്തി ദൈതൈ അതുമൊരു തുയ്യും തുച്ച് ദൈതൈ മണ്ടേരുന്താപോ വിണ്ണങ്കു ദൈതൈ. അറ്റങ്ക പടവീട്ടിൽ തായാരെന്ന് പറയുന്ന സ്ത്രീക്ക് മക്കൾ വാക്യം താലികെട്ടൊന്നും ഇല്ലാതെ മലടായി ഇരിക്കും. അവൾ വളർത്തുന്നതും ഒക്കെ മലടായി പോവും. കായും പിടിക്കില്ല, പൂവും പിടിക്കില്ല. കിളി വളർത്തിയതും ഇണയില്ലാതെ അങ്ങ് ഇരിക്കും. അപ്പോഴും ഒടുവിൽ ഇവർക്ക് സങ്കടം വരുത്ത പിന്നെ വടക്ക് പായിമണി പിറ്റീന്ന് നാഗത്താൻ വന്ന് ഇവളെ വലതുകാൽ പെരുവിരലിൽ കൂടെ കയറി ഉച്ചി വരെ ഒഴിഞ്ഞ് ഇടതുകാൽ പെരുവിരലിൽ കൂടെ പോവും. അങ്ങനെ മായത്താൽ ഇവൾക്ക് ദിവ്യഗർഭം, നാഗശാപം തീർന്നപ്പോൾ ഇവർക്ക് ഭർത്താവും ഉണ്ടായി, മക്കളും ഉണ്ടായി. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ അവസാനം വരെ. നമ്മളെ പാട്ടുകൾ തോറ്റം പാട്ടുകളായതുകൊണ്ട് മുഴുക്ക പാടില്ല, പാതിയൊക്കെ പാടേ ഉള്ളൂ. കാട്ടിനുള്ളിൽ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വൈദ്യവൃത്തിക്ക് സർക്കാർ ചില സഹായങ്ങളൊക്കെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും അതൊക്കെ പാതി വഴിക്ക് നിലച്ച് കാടുപിടിച്ച് കിടക്കുകയാണ്. രോഗം ഭേദമായി പോയവർ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. നന്ദി മനുഷ്യരിൽ നിന്നല്ല, മലദീപങ്ങളിൽ നിന്നേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ വിഷം ഏത് ജീവിക്കാന്ന് ഇപ്പൊ അമ്മ പറഞ്ഞത്? മനുഷ്യന്റെ നാവിന്. മനുഷ്യന്റെ നാക്കാണ് ചതി. ഒരു വിഷം കൊണ്ടും ഒരു മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും തീർക്കാൻ പറ്റാത്തത് മനുഷ്യന്റെ വിഷമാണ്. അതുകൊണ്ട്
ഉത്തമ സുഹൃത്തുക്കളെ കണ്ടെത്തുക എന്നാണ് ഇതിൻ്റെ തത്വം. അത് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പം പറയും. അത് ഈ ആ വിഷം മരുന്നുകൊണ്ടത് മാറുകയും ചെയ്യില്ല അല്ലേ? ഇല്ല, പ്രാണി വിഷം മരുന്ന് കൊണ്ടും മന്ത്രം കൊണ്ടും മാറ്റാം, ആ വിഷം ഒന്നുകൊണ്ടും തീരാ എന്നറിയുക എന്നാണ് ഗുണദോഷവാക്യം. ചില ദുർജനങ്ങൾ എത്രയെങ്കിലും ഇപ്പം ആത്മഹത്യ വരെ ചെയ്യിക്കണം. അതല്ലേ മനുഷ്യനെ ജീവിപ്പിക്കാനും കൊല്ലാനും ഒരു നാക്കിന് കഴിയും. നാക്കില്ല, വാക്കിന പ്രവർത്തിക്കും. അതിന് മരുന്നുമില്ല, മന്ത്രവുമില്ല. ചതി പറ്റിയാൽ ചതിക്കും. ഇത് അതിന് ഒരു ശ്ലോകം പറയും. എന്തായിരുന്നു? ഈ കൈവിഷം സത്യമോ നേരാണോ നിങ്ങൾക്ക് തോന്നുന്നു? കളവല്ല, കൈവിഷമുണ്ട്. അത് ഒരുത്തൻ മനസ്സിൽ വൈരാഗ്യത്തോടെ ഒരു പദാർത്ഥം ഒരാൾക്ക് കൊടുത്താൽ അത് ഭാവിയിൽ അവന് വിഷമായി മാറും. ഈ ആകാരം പിന്നീട് മാനസിക രോഗിയായി മാറി ഒടുവിൽ മുഴുപ്രാന്തനായി മാറും. ക്രമേണ കണ്ടെടുത്ത് തീർത്തില്ലെങ്കിൽ, പ്രതി മരുന്ന് കൊടുത്തില്ലെങ്കിൽ പ്രാന്തനായി പിന്നെ ആത്മഹത്യ വരെ ചെയ്യേണ്ടി വരും. കൈവിഷ ഉള്ളിലേക്ക് നെന്മേനി വാകയിലുള്ള ഒരേനാണ് വലിയ വാഹ ചിലന്തി വിഷത്തിന് ഇത് വാഗ 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 നെന്മേനി വാകയിലുള്ള ഒരെണ്ണം. ഇത് തൊട്ടാവാടി പൂവല്ല, പൂവാണ്. ഇത് പുളി, നമ്മൾ പുളിയില്ലെങ്കിൽ ഇതിൻ്റെ ഇലയാണ്. ഈ ചുവന്ന ഉള്ളി കാവലത്തെ കായുള്ള ഞെരിയം പുളി എന്ന് പറയും, പൂളം താര. അത് വെളിയാക്കണം, മരുന്നുണ്ട്. ഇതാണ് അക്കരം കൊണ്ടി സർപ്പഗന്ധി എന്ന് പറയുന്നത്. സർപ്പഗന്ധി എന്ന് പറഞ്ഞാൽ ശരി, ഇത് വെള്ളപ്പൂവാണ്. അവിടെ നിൽക്കുന്ന ചുവന്ന പൂവല്ല, ഇതാണ്ട് സർപ്പഗന്ധി. അക്കരം കൊല്ലിയെന്ന് കാണിക്കാറൻ പറയും, നമ്മൾ പറയുന്ന അക്കരം കൊല്ലിയെന്ന്. വിഷചികിത്സയിലെ അത്ഭുതകരമായ പ്രാഗൽഭ്യം മുൻനിർത്തി സംസ്ഥാന സർക്കാർ ലക്ഷ്മിക്കുട്ടിയമ്മയെ നാട്ടുവൈദ്യരത്ന പുരസ്കാരം നൽകി ആദരിച്ചിരുന്നു. 1995 നാട്ടുവൈദ്യത്തിൻ്റെ അംബാസിഡറായി നിരവധി ദേശീയ അന്തർദേശീയ കോൺഫറൻസുകളിലും സെമിനാറുകളിലും ഈ ആദിവാസി അമ്മ പങ്കെടുത്ത് പേരെടുത്തിട്ടുണ്ട്. ആധുനിക ജീവിതശൈലികളുടെ അനവധിയായ രോഗങ്ങളെ ഒരു പച്ചില കൊണ്ടോ മരവേരുകൊണ്ടോ തൈലം കൊണ്ടോ നിമിഷനേരത്തിനുള്ളിൽ ശമിപ്പിക്കാനാവുന്ന ഈ അമ്മയെ അംഗീകാരങ്ങൾ ഇനിയും വേണ്ട വിധം പരിഗണിച്ചതായി തോന്നുന്നില്ല. കിട്ടാറില്ല, വനത്തിൽ ഒന്നുമില്ല. ഇപ്പോൾ കാട്ടിൽ മരുന്നില്ല. ഒന്നാമത്തെ കാര്യം, കുമ്മിൾ പോലും കിട്ടാറില്ല. നമ്മൾ കാട്ടിലുള്ള കുമ്മിളും കായും കനിയും ഒക്കെ പറിച്ച് തിന്നല്ലേ ഇത്ര നാൾ ജീവിക്കാൻ. അതുപോലെ ആരോഗ്യമുള്ളത് വേറെ എവിടെ കിട്ടും? വളമിടണ്ട, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന വിളവ് അത് തിന്നും. ഓരോരോ കാലത്തിനനുസരിച്ച് കായും കനിയും ഒക്കെ കിട്ടും. നമ്മളെ നാട്ടിൽ കാരക്ക, ഓടക്ക, പിന്നെ കാഞ്ചിപ്പഴം. ഇപ്പം ഇതിനം കറക്കിടാകുമ്പോൾ കാഞ്ചി പഴുക്കും. പിന്നെ ഈ മൂട്ടിക്ക ഒക്കെ നമ്മൾ കാട്ടിൽ നിന്നല്ലേ. പഞ്ചകാലം ഇതിനം കറക്കിടം മഴയാകുമ്പം പഞ്ചല്ലേ, കൃഷി വിളവൊന്നും ശരിയാവില്ല, ചിലപ്പം കൃഷി നശിക്കും. അപ്പോൾ കാട്ടിൽ പോകേണ്ടവർ എന്തെങ്കിലും കായ വേണ്ട. കാരക്ക ഇപ്പം ഈ സീസണിലൊക്കെ കാരക്കയുടെ അവസരം കഴിഞ്ഞു. ഓടക്കയുണ്ട്, ഓടക്ക തോനെ തിന്നാവില്ല. പക്ഷെ ഞങ്ങൾ പട്ടിണി കിടക്കുമ്പോൾ ജീവൻ നിലനിർത്തുക. അതൊക്കെ അത് നഞ്ച് കട്ടനോടയുണ്ട്, കട്ടില്ലാത്ത ഓടക്കയുണ്ട്. അത് നോക്കിയെടുത്ത് തിന്നണ അറിയാം. ഓട വള്ളിയിൽ കാ പിടിക്കണേ എടുത്ത് ഉപ്പും മുളകൊക്കെ ചേർത്ത് ഇടിച്ച് തേയില കാപ്പി. അന്ന് പണ്ട് കരിപ്പട്ടി കാപ്പി, ഇപ്പോഴല്ല തേയില. പണ്ട് തേയില നമ്മളാളുകൾ കുടിക്കൂലല്ലോ. നമ്മളൊക്കെ കരിപ്പട്ടി കാപ്പി കുടിച്ച് വളർന്ന. ഇപ്പണല്ലേ പഞ്ചാര കുടിച്ച് പഠിച്ചേ. പഞ്ചാര ഇപ്പോഴത്തെ ആഹാരം തിന്നു തന്നെ നിത്യരോഗി. നമ്മളെ മലയിൽ ഒരു മരത്തെ രോഗമൊന്നും ബാധിക്കുന്നവരില്ലല്ലോ. പഞ്ചാര ഇല്ല, പഞ്ചാരയുടെ അസുഖമില്ല, അർബുദം ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അതൊരു നിത്യ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കാട്ടിൽ വേട്ടയാടുന്നെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കൽ വേട്ടയാടിയാ കിട്ടി പോയാൽ പോയി. പിടിച്ചു വെച്ച് കഴുത്തിറക്കണമല്ലല്ല, ഓട്ടിച്ചിട്ട് പിടിച്ചാൽ അത് ഓടിപ്പോണത് അങ്ങ് പോവും. എതിർച്ചയാ ചിലപ്പോൾ ഒന്ന് കിട്ടിയെന്ന് വരാം. അല്ലെങ്കിൽ വേട്ടയ്ക്ക് പോകണവർ ചുമ്മാ വരും, കൈയും തൂക്കി വീട്ടിൽ വന്നാൽ ഉപ്പാ മുളക കടത്തിയാണ് തിന്നേണ്ടി. പിന്നെ കുമ്മിളുകൾ കിട്ടും. ഇപ്പോൾ ഓടക്കുമ്മിള് കിട്ടാണ്ടേ പരുവാണ്. മൈഗ്രെയിൻ അഥവാ ചെന്നിക്കുത്ത് ഇന്ന് മലയാളിയുടെ ദേശീയ രോഗമാണ്. എന്നാൽ കാടിൻ്റെ മക്കളുടെ ചെന്നിക്കുത്ത് കാട് നഷ്ടപ്പെടുന്നതാണ്. ലക്ഷ്മിക്കുട്ടിയമ്മയുടെ തലവേദന മുഴുവൻ മനുഷ്യകുലത്തിൻ്റെയും വേദനാസംഹാരികളായ ഇലകളും വേരുകളും കാട്ടിൽ നിന്ന് കുറ്റിയേറ്റു പോകുന്നതിനെക്കുറിച്ചാണ്. ആദിവാസിയുടെ
നിരന്തരമായ ദുര്യോഗങ്ങളുടെ പുതിയ തോറ്റംപാട്ടുകൾ മാത്രമേ എപ്പോഴും ഇവിടെ കേൾക്കാനുള്ളൂ. തേന് കുമ്മിള് ഉണ്ടാവും. ഇപ്പൊ ഒന്നും കാട്ടിലില്ലല്ലോ. അതിന് കാട്ടിലുണ്ട്. ഡൂറിസ് കാടും മലയൊക്കെ ഡൂറിസത്തിന്റെ പേരിൽ തുറന്നു കൊടുത്ത് ഇപ്പം പ്ലാസ്റ്റിക് കുപ്പി, മദ്യ കുപ്പികൾ, ഗ്ലാസുകൾ ഇത് തന്നെ കൊണ്ടടങ്ങിയിട്ടിരിക്കണം. കാട്ടുമൃഗങ്ങൾ ഇനി എന്തൊരു പേർക്ക് തിന്ന. സോഷ്യൽ ഫോറസ്റ്റ് എന്ന് വനവൽക്കരണം വെച്ചോ അന്ന് മുതൽ വനം നശിച്ച്. അതാണ് നടക്കുന്ന സംഭവം. എന്നുവെച്ചാൽ മരം മഹാഗണി ഇവിടെ തേമ്പാവില്ല. പക്ഷെ ഇപ്പം തേമ്പാവൊക്കെ കൊണ്ടുവച്ച് പിടിപ്പിച്ചോന്മാർ. തേമ്പാവ് മുതലായ വൻ വൃക്ഷങ്ങൾ, അക്കേഷ്യയൊക്കെ എന്തരാണ് അട്ട പെരുക്കണതാണ്. അക്കേഷ്യയൊക്കെ പൂക്കുമ്പോൾ അട്ട ഉണ്ടാവും ഒരു തരം, ചുവന്ന അട്ട. മരക നാറ്റവും അതൊക്കെ ഈ ചെടി വെച്ചിട്ടെന്തായിരുന്ന വള്ളിയും കൊച്ചു കാട് അത്രയും വെട്ടിക്കളയും. കളയെടുപ്പ്. പിന്നെ മരം തൈ വളരാൻ പണ്ട് വിഷമൊക്കെ കൊണ്ട് തളിക്കുമായിരുന്നു. ഈ വളമൊന്നും പറഞ്ഞുകൊണ്ട് കൊണ്ടിടും കളനാശിനിയൊക്കെ. എല്ലാം പോയി മരവും വനം കൊല്ലും വിഷമായി. പിന്നീട് അതിൽ കള വെട്ടിക്കളയുന്നതിന് ഗഡക്കൊടി, നെടുവൻ, നൂറ, ഗഡക്കൊടി ഇതൊക്കെ വള്ളികൾ അതൊക്കെ വെട്ടി മാറ്റും. ഇപ്പം പിന്നെ അത് മരുന്ന് ചെടികൾ എവിടെ ഉണ്ടാവാൻ? മനുഷ്യൻ പിറന്നു വീണത് തന്നെ കാട്ടിലാണ്. കാടിൻ്റെ മക്കളിലാണ് നമ്മുടെ ആദിമ ജീവിതത്തിൻ്റെ വേരുകൾ. അത് മറന്നെടുത്താണ് നമ്മൾ മാറാരോഗികളായത്. മരുന്ന് വെച്ച് കെട്ടേണ്ടത് ആദ്യം ആദിവാസികളോടുള്ള നമ്മുടെ മനോഭാവത്തിനാണ്.